Hi dears, welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ക്രിസ്മസ് ആണ്. അപ്പം ഇന്ന് ഞങ്ങൾ വൈകുന്നേരം നോർമലി ഞാൻ എപ്പോഴും പറയാനുള്ളതാണ് ചൊവ്വാഴ്ച ദിവസം പള്ളിയിൽ പോകാറുള്ളത്. ഇന്ന് പകൽ പോകാൻ പറ്റില്ല, അതുകൊണ്ട് രാത്രിയിലാണ് പോണത്. നാളത്തെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻസും ഒക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഓടി വരാം. ഞാനും ബേബിയും കൂട്ടിയിട്ടാണ് പോണത്. ഓട്ടോ വന്നിട്ടുണ്ട്, വെയിറ്റ് ചെയ്യുക, പെട്ടെന്ന് കൊണ്ട് ഓടി പോയിട്ട് വരട്ടെ. ഞങ്ങൾ എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേട്ടൻ്റെ ഓട്ടോ പിടിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട് ക്യാം വെച്ചെടുത്തപ്പോൾ അപ്പോൾ ദൈവം പറഞ്ഞു ബാക്ക് ക്യാമിൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇതിൻ്റെ വേണ്ട ബാക്ക് ക്യാമിൽ ഓക്കെ ആയിരുന്നു കേട്ടോ. ബ്രൈറ്റ്നസ് അല്ല, ലൈറ്റ് ഓണാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ഓട്ടോ ചേട്ടൻ നവാസിക്ക. എന്നെ ട്യൂഷൻ പഠിപ്പിച്ചത് ഈ ചേട്ടനാണ് കേട്ടോ. ട്യൂഷൻ പഠിപ്പിച്ചത് ഞാനൊരു 2-4 ആ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. പണ്ട് എന്നെ അടിക്കുമായിരുന്നു കേട്ടോ. ഞാൻ പഠിക്കാത്തതിനെ അടിക്കും തന്നെ ആ കമ്പ് തിരിച്ച് മേടിച്ചിട്ട് ഞാൻ നല്ല തിരിച്ചടി കൊടുക്കുമായിരുന്നു. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. ഇതാണ് കേട്ടോ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാക്കുളം സാമ്പ്രാണിക്കൊടി ഐലൻഡിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ചേർച്ച് വരുന്നത്. ഇവിടെ ഞാൻ ഓൾറെഡി പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു നേർച്ചയാണ് ചൊവ്വാഴ്ച ദിവസം വിളക്കത്തിക്കൽ നേർച്ച. അപ്പോൾ ഇത് രാവിലെ വീട്ടിൽ നിന്ന് അമ്മാമ്മയും ചേട്ടത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഞാൻ മുടക്കാതെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഈ ആഴ്ച പോകാൻ പറ്റിയില്ല. ഗോഗു ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഗോഗു എനിക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ വായോ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകും. അപ്പോൾ ഇപ്പോൾ പോകാൻ പറ്റാത്തതിൽ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അനിയത്തിയോട് പറഞ്ഞു ഇടി പോകാൻ പറ്റിയില്ല, ഞാൻ എല്ലാ ആഴ്ചയിലും വിളക്ക് കത്തിക്കുന്നില്ലേ, പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ നീ വായോ, ഓട്ടോ പപ്പയെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ പപ്പയ്ക്ക് ഓട്ടോ ഉണ്ട്, പപ്പ ഈ നാട്ടിലില്ല, സ്ഥലത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയാണ് ഇക്കനെ വിളിച്ചത്. ഇക്ക അറിഞ്ഞില്ല, അത് ഞാൻ ക്യാരിങ് ആണെന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടെന്ന് പറഞ്ഞു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേന് പിന്നെ പതുക്കെയാണ് നമ്മളെ കൊണ്ടുവന്നത്. എൻ്റെ ചർച്ചിനടുത്ത് എത്തിയപ്പോഴത്തേന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലോസ് ആക്കിയിട്ട് ആ മാമൻ പോയി. അപ്പോൾ എനിക്കൊരു വിഷമം, അയ്യോ ഇനിയിപ്പോൾ പറ്റത്തില്ല, വിളക്ക് കത്തിക്കാൻ പറ്റത്തില്ല. റെസിപ്റ്റ് തരുന്ന മാമൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ചേട്ടന്മാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വിളക്ക് തരാം, റെസിപ്റ്റ് എഴുതണ്ട, പൈസ നേർച്ച വഞ്ചിയിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ഒരു വിളക്കിന് 10 രൂപയാണ് കേട്ടോ. അപ്പോൾ നേർച്ച വഞ്ചിയിൽ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ വിളക്കെടുത്തു. ഞാൻ 2 വിളക്കാണ് 3 വിളക്കാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2 വിളക്കാണ് എടുക്കാറുള്ളത്. അപ്പോൾ വിളക്കെടുത്തു. ഒരുപാട് പേരുണ്ടായിരുന്നു ആ സമയത്ത്. രാത്രി 9 മണിയായിട്ടോ ഞങ്ങൾ ചെന്നപ്പം. നിറഞ്ഞ് കിടക്കുന്നുണ്ട് ആ കുളം നിറച്ച്. അത്രയും ആൾക്കാർ കത്തിച്ചാണ് ഈ വിളക്ക് തന്നെ എടുത്തിട്ട് അണച്ചിട്ടാണ് അവിടുത്തെ ആളുകൾക്ക് കൊടുക്കുന്നത്. എങ്കിൽ പോലും അത്രത്തോളം ആളുകളുടെ വിശ്വാസമാണ് ഈ വിളക്ക് കത്തിക്കൽ നേർച്ച. ഞങ്ങളങ്ങനെ വിളക്ക് കത്തിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേന് അവിടെ ബ്രെഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രെഡൊക്കെ മേടിച്ചിട്ട് വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ നിറയെ പട്ടികളുണ്ടായിരുന്നു. അപ്പം എനിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് എടുത്തിട്ട് അവർക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ഗോകുലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. കാര്യം ഈ ട്രാവലിങ്ങിനായും ഭയങ്കര മെനക്കേടാണ് കേട്ടോ. കാര്യം അവൻ ഉള്ളപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പല വീഡിയോസിലും പറയുന്നുണ്ട്, എന്നാൽ പോലും അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ട് ഭയങ്കര മിസ്സിങ് ആണ്. അതാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അപ്പം പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോണ വഴിക്ക് കരോളിൻ്റെ ഈ ഡാൻസും പ്രോഗ്രാമും കമ്പവും വെടിക്കെട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടാണ് അങ്ങോട്ട് എത്തിയത്. കാര്യം അടുത്തടുത്ത് കുറച്ച് പള്ളികളൊക്കെ ഉണ്ട്. സോ അതിൻ്റെ ഫങ്ഷൻസും ഇത് കൂടുതലും ഹിന്ദു കുട്ടികളാണ് കേട്ടോ ഈ ഫങ്ഷനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കും. ഇവിടെ അങ്ങനെയാണ്, നമുക്ക് ഇന്ന മതം ജാതി അങ്ങനെയൊന്നുമില്ല. എല്ലാ ഉത്സവത്തിനും എല്ലാവരും ഉണ്ടാവും. പള്ളി പെരുന്നാളിനുണ്ടാവും. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് പറയാം. ഞങ്ങളുടെ പൊട്ടൊക്കെ വെച്ച് ജാനിമോളുണ്ടതാ ഇനി വാ. ജാനിക്ക് ബ്ലൂ കളറിൽ ബിന്ദി വെച്ചപ്പോഴത്തേന് കാശിക്ക് അവളെടുത്ത് വെച്ച് കൊടുത്താണ് കേട്ടോ. ഞാൻ എടുക്കാൻ നിന്നില്ല, പാവമല്ലേ. കണ്ട രണ്ടുപേരും വൈറ്റും അങ്ങ് ഇട്ട് ഉച്ചയായി കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. പള്ളിയിൽ പോവുകയാണ്. ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ക്രിസ്മസിൻ്റെ അന്ന് ഇവിടെ പള്ളിയിൽ പോകണ്ടേ. ഇന്നലെ പോയത് ഇതാണ് ഫാത്തിമ മാതാ പള്ളിയിലായിരുന്നു. പപ്പയെ വിളിച്ചിരുന്നത്, പപ്പ വന്നു. അപ്പം ശരി ഞങ്ങൾ പോയിട്ട് ഓടി വരാം. അച്ഛൻ വന്ന്
അപ്പം ഞാനും ശരണേച്ചിയും ചേട്ടത്തിയും പിള്ളേരും കൂടിയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വഴിയിൽ നിന്ന് ദേവി ഞങ്ങളുടെ കൂടെ കയറുമായിരുന്നു, വണ്ടിയിൽ കയറുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊല്ലത്ത് തൂയത്ത് പള്ളിയിലാണ് പോയത്. ഇന്നലെ പ്രാക്കുളം പള്ളിയിൽ പോയി, ഇന്ന് ഞങ്ങൾ തൂയത്ത് പള്ളിയിലാണ് പോയത്. അപ്പം വലിയൊരു മെഴുകുതിരി കൊടുക്കാൻ നേർച്ചയുണ്ടായിരുന്നു ചേട്ടത്തിക്ക്. അപ്പം അതും എടുത്തിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ക്രിസ്മസ് ആയതുകൊണ്ടിട്ട് നല്ല കാര്യങ്ങളുണ്ടാവും, പക്ഷേ തിരക്ക് കുറവായിരുന്നു. കാര്യം ക്രിസ്മസിൻ്റെ തലേന്ന് ദിവസമായിരിക്കുമല്ലോ, 12 മണി ആ ഒരു സമയത്താണല്ലോ ആഘോഷവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ടിട്ട് ക്രിസ്മസിൻ്റെ അന്ന് വലിയ തിരക്കൊന്നുമില്ല. എന്നാലും പള്ളിയിൽ പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആഗ്രഹിച്ച് ഞാൻ പോയതാണ് കേട്ടോ. ചെന്നപ്പം പള്ളിക്കുള്ളിൽ തന്നെ അൾത്താരയുടെ അടുത്തായിട്ട് നല്ല വലിയൊരു പുൽക്കൂട് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇത് മഞ്ഞ് പോലെ എന്തോ ഒരു സംഭവം വിതറിയിട്ടുണ്ട്. അതെന്തോടി ഉപ്പാണോ ഒരു ദേവി? എന്താണെന്നറിയാൻ വയ്യ, ഉപ്പാണെന്ന് തോന്നുന്നത്. എന്തായാലും മഞ്ഞിൻ്റെ ആ ഒരു ഫീലിങ്സൊക്കെ തോന്നത്തക്ക വിധത്തിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പ്രാർത്ഥന ഹാളിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ബൈബിൾ എടുത്തപ്പം എനിക്ക് പ്രാർത്ഥനയുടെ ഒരു സംഭവം തന്നെയാണ് വന്നത്. കുഴപ്പമൊന്നുമില്ല, സമാധാനം, സന്തോഷം. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായാലും ഒരുപാട് ഈ ക്രിസ്മസിൻ്റെ തീം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് പപ്പ ഉണ്ടല്ലോ, സാന്റക്ലോസിൻ്റെ കഥ എനിക്കറിയോടി? എന്തോ ഒരു പള്ളിയിൽ അച്ഛനാണ്, എന്തോ ഒരു ബിഷപ്പ് എന്തോ ആണ് ഈ സാന്റാക്ലോസ് എന്ന് പറയുന്നത്. അങ്ങനെ അതിൻ്റെ കഥ അറിയാവുന്നൊരു കമൻറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് കഥ അറിയാം കേട്ടോ, ഞാൻ അറിയാത്തവരോട് ചോദിച്ചതാണ്. നീണ്ടോ ഒരുപാട് ഈ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ബേബിയും കൂടെ ചെറിയൊരു ഫോട്ടോ എടുക്കാനായിട്ട് നിന്നതാണ് കേട്ടോ. പുറത്തും ഇതേപോലെ പുൽക്കൂട് കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവനാണെങ്കിൽ ലൈറ്റ്സ് ഉണ്ടല്ലോ, ലൈറ്റ്സിൻ്റെ ബൾബൊക്കെ എടുത്തിട്ട് വായിൽ വെക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അഞ്ചലമ്മൂട് ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഐസ്ക്രീം എന്തൊക്കെയോ മേടിച്ചു. ഐസ്ക്രീമും പിന്നെ സ്നാക്സ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ചെന്നപ്പോഴും അവിടെയും ഉണ്ടായിരുന്നു ഒരു വലിയ ക്രിസ്മസ് പപ്പ. പുറത്ത് തന്നെ നമ്മൾ കയറി വരുന്ന എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് തന്നെ ദേണ്ടേ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസ് ഈവനിങ്, അപ്പം നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അല്ലേ ദേവി? ഓറഞ്ച് മനുവും വന്നു. മനു ഒരു ഹൈ. മനു കേക്ക് കൊണ്ടുവന്നു. കേക്ക് എവിടെടാ? ഇത് വീട്ടിലുണ്ടാക്കിയിരുന്നു. സോറി, തെറ്റിപ്പോയി. കുറച്ച് കുക്കീസും അത് കണക്ക് കേക്ക് കൊണ്ടുവന്നു. ഞാൻ കേക്ക് ആരെങ്കിലും കൊണ്ടുവരുന്ന വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവിടെ ബാക്കിലിരിക്കുന്നു, ബാക്കില്. ഇത് കണ്ടാ? ഇത് മറ്റേ സാധനം, ഇത് വൈൻ, നമ്മുടെ മുന്തിരി വൈൻ ഉണ്ടല്ലോ, ഇവരുടെ അങ്കിള് തന്നെ ഉണ്ടാക്കിയതാ. നമുക്ക് സംഭവം ഭയങ്കര മുന്തിരി എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നത്? മുന്തിരി പഞ്ചസാരയും ഗോതമ്പും ഇട്ട് ഫെർമെന്റ് ചെയ്തെടുക്കണം. മുന്തിരി ഫെർമെന്റ് ചെയ്തെടുക്കുന്നത്. ആ വൈ വീട്ടിലുണ്ടാക്കിയ വൈ. എൻ്റെ കേക്ക് പ്ലം കേക്ക്. ക്രിസ്മസ് ഉണ്ടെങ്കിൽ പ്ലം കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസ്? ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ കേക്കാ. ഫസ്റ്റ് വൺ ആരായിരുന്നെന്നറിയാമോ? മാമൻ കൊണ്ടുവന്നേ. പിന്നെ ആരായിരുന്നു? അല്ല, 3ാമത്തെ ഇല്ല, ഇത് 4ാമത്തെ കേക്കാ. പിന്നെ ആര് കൊണ്ടുവന്നോ? പിന്നെ ഞങ്ങൾ പോയി മേടിച്ച്. പിന്നെ നീ കൊണ്ടുവന്ന് പ്ലം കേക്ക്. മറ്റേത് കൊണ്ടുവന്നില്ലേ, എലൈറ്റിൻ്റെ, അത് സൂപ്പറായിരുന്നു കേട്ടാ. ഇപ്പം നീ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരുടെയും 2 കേക്ക് കട്ടിന് ഹാപ്പി ക്രിസ്മസ്. എന്താടി പറയാത്തെ? കാശി എവിടെ? എടാ, ഞാൻ ആദ്യം വാങ്ങിയത് എവിടുന്നറിയോ? റോയലിൽ നിന്ന്. അവിടെ ഇഷ്ടമായില്ല. കാശി കുക്കീസ് കഴിക്കുക. ഞാൻ എണ്ണ തേച്ച് കുളിപ്പിച്ചേട്ടാ, അതിൻ്റെയാണ്. കാശി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ ചിലപ്പോൾ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ക്രിസ്മസ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതോടെ ഈ വർഷത്തെ ക്രിസ്മസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ക്രിസ്മസ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.